ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 25. സ്നാപകനെ ദൈവാലയത്തിൽ കാഴ്ചവെക്കുന്നു. വിശുദ്ധ വാരത്തിലെ ബുധനാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെയും ഇടയ്ക്കുള്ള രാത്രിയിലാണ് ഞാൻ കാണുന്നത്. സക്രിയാസ്, എലിസബത്ത്, മേരി, സാമുവൽ ഇവർ ഒരു നല്ല വണ്ടിയിൽ നിന്നിറങ്ങുന്നു. മേരിയുടെ കൊച്ചു കഴുതയെയും ആ വണ്ടിക്ക് കെട്ടിയിട്ടുണ്ട്. മേരി കുഞ്ഞു ജോണിനെ കയ്യിലെടുത്തിരിക്കുന്നു. സാമുവൽ ഒരാട്ടിൻകുട്ടിയെ പിടിച്ചിട്ടുണ്ട്. ഒരു കൂടയിൽ ഒരു പ്രാവിനെയും എടുത്തിട്ടുണ്ട്. പതിവുള്ള ആലയിൽ അവർ ഇറങ്ങുന്നു. ദൈവാലയത്തിലേക്ക് വരുന്ന എല്ലാ തീർത്ഥാടകർക്കും തങ്ങളുടെ മൃഗങ്ങളെ നിർത്താനുള്ള സ്ഥലമാണ് അതെന്ന് തോന്നുന്നു. ആ സ്ഥലത്തിൻ്റെ ഉടമയെ വിളിച്ച് മേരി അന്വേഷിക്കുന്നു. നസ്രസിൽ നിന്ന് ആരെങ്കിലും തലേ ദിവസമോ അന്ന് രാവിലെയോ വന്നിരുന്നോ എന്ന്. ആരും വന്നില്ല എന്ന് അയാൾ മറുപടി പറയുന്നു. അവൾ അവളുടെ കഴുതയെ കെട്ടുവാൻ സാമുവലിനോട് പറയുന്നു. അനന്തരം വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ചേരുന്നു. ജോസഫ് വരാൻ താമസിക്കുന്നതിനെക്കുറിച്ച് അവൾ പറയുന്നു. വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായി കാണും, എന്നാലും ഇന്ന് തീർച്ചയായും അവൻ വരും. നേരത്തെ എലിസബത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്ത കുഞ്ഞിനെ മേരി തിരിച്ചു വാങ്ങുന്നു. അനന്തരം എല്ലാവരും കൂടി ദൈവാലയത്തിലേക്ക് പോകുന്നു. ദൈവാലയ കാവൽക്കാർ സക്കറിയാസിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റു പുരോഹിതർ അഭിവാദ്യം ചെയ്യുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന സക്കറിയാസ് സുന്ദരനായി പിതൃത്വം ലഭിച്ചതിൽ സന്തോഷവാനായി കാണപ്പെടുന്നു. കാഴ്ചയ്ക്ക് പൂർവ്വപിതാക്കന്മാരെ പോലെയുണ്ട്. എനിക്ക് തോന്നുന്നത് അബ്രഹാം ഇസഹാക്കിനെ കർത്താവിന് സമർപ്പിച്ചപ്പോൾ ഇതുപോലെ ആയിരുന്നിരിക്കും എന്നാണ്. പുതിയ ഇസ്രായേൽക്കാരൻ്റെ കാഴ്ചവയ്പും അവൻ്റെ അമ്മയുടെ ശുദ്ധീകരണവും ഞാൻ കാണുന്നു. ഈ ചടങ്ങ് മേരിയുടെ കാഴ്ചവയ്പിനേക്കാൾ ആഘോഷപൂർവമാണ് നടത്തുന്നത്. കാരണം ഒരു പുരോഹിതന്റെ പുത്രനു വേണ്ടി മറ്റു പുരോഹിതർ അത് വളരെ മോടിയാക്കുന്നു. അവരെല്ലാം കുഞ്ഞിനെയും കൊണ്ട് സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ധൃതിയിൽ വന്ന് അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. ജിജ്ഞാസുക്കളായ കുറെ പേരും അടുത്തു കൂടിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ എനിക്ക് കേൾക്കാം. നിശ്ചിത സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ മേരിയാണ് ശിശുവിനെ എടുത്തിരിക്കുന്നത്. അതിനാൽ അവളാണ് ശിശുവിൻ്റെ അമ്മ എന്നവർ വിചാരിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ പറയുന്നു, അത് അസാധ്യമാണ്. അവൾ ഗർഭിണിയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ശിശുവിന് ഏതാനും ദിവസത്തെ പ്രായമേയുള്ളൂ. അവൾക്ക് ഇപ്പോൾ തന്നെ ഗർഭമുണ്ട്. വേറൊരു സ്ത്രീ പറയുന്നു, എന്നാലും അവൾ തന്നെ ആയിരിക്കാനേ തരമുള്ളൂ. മറ്റേ സ്ത്രീ വൃദ്ധയാണ്. അവൾ ഒരു ബന്ധുവായിരിക്കാം. എന്നാൽ അവളുടെ ഈ പ്രായത്തിൽ തീർച്ചയായിട്ടും അവൾക്ക് അമ്മയാകാൻ സാധ്യമല്ല. നമുക്ക് അവരുടെ പിന്നാലെ പോകാം. ആര് പറഞ്ഞതാണ് ശരിയെന്നറിയാമല്ലോ. എലിസബത്താണ് ശുദ്ധീകരണ കർമ്മം നിറവേറ്റുന്നത് എന്ന് കണ്ടപ്പോൾ അവരുടെ വിസ്മയം വർദ്ധിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടിയെ ദഹനബലിയായും പ്രാവിനെ പാപപരിഹാര ബലിയായും അവൾ സമർപ്പിക്കുന്നു. അവളാണ് അമ്മ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അല്ല, അതെ. ആളുകൾ കുശുകുശുക്കുന്നു. ഇപ്പോഴും അവർക്ക് വിശ്വാസം വരുന്നില്ല. അവർ ധാരാളം ശബ്ദമുണ്ടാക്കുന്നത് കാരണം കർമ്മം നടത്തുന്ന വൈദികരിൽ ചിലർ ശുശു എന്ന് വയ്ക്കുന്നു. തൽക്കാലത്തേക്ക് ഒരു നിശബ്ദത. എന്നാൽ കൂടുതൽ ശബ്ദത്തിൽ കുശുകുശുക്കുന്നു. കാരണം വിശുദ്ധമായ അഭിമാനത്തോടെ ശിശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് സന്തോഷത്താൽ പ്രകാശിതയായി ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നീങ്ങുന്നു. ശിശുവിനെ കർത്താവിന് കാഴ്ചവെക്കുവാൻ പോകുകയാണ്. അവൾ തന്നെയാണ് അമ്മ. എപ്പോഴും കാഴ്ച സമർപ്പിക്കുന്നത് അമ്മയാണ്. എന്തൊരത്ഭുതമാണിത്! ഇത്ര പ്രായമായ ആ സ്ത്രീക്ക് നൽകപ്പെട്ട ശിശു എന്തായിത്തീരും? എന്തിൻ്റെ അടയാളമാണിത്? നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഓടിക്കിതച്ചു വന്ന ഒരാൾ ചോദിക്കുന്നു. ഇത് സക്രിയാസിന്റെ പുത്രനാണ്. അഹറോന്റെ വംശത്തിൽപ്പെട്ട സക്രിയാസ്.
വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിച്ച സമയത്ത് മൂകനായി തീർന്ന സക്കറിയാസ്. ഇതൊരു രഹസ്യമാണ്. രഹസ്യം. ഇപ്പോൾ അവൻ വീണ്ടും സംസാരിക്കുന്നു. അവന്റെ പുത്രന്റെ ജനനം അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിച്ചു. ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് മൗനമായിരിക്കാൻ വേണ്ടി അവന്റെ നാവ് തളർത്തിക്കളഞ്ഞു. ഏത് അരൂപിയാണ് അവനോട് സംസാരിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അതൊരു രഹസ്യമാണ്. മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഏത് സത്യമാണ് സക്കറിയാസിന് അറിയാവുന്നത്? ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന മിശിഹ അവന്റെ പുത്രനായിരിക്കുമോ? അവൻ യൂദയായിലാണ് ജനിച്ചത്, ബെത്ലഹേമിലല്ല, കന്യകയിൽ നിന്നുമല്ല. അവൻ മിശിഹ ആയിരിക്കുകയില്ല. അവൻ പിന്നെ ആരാണ്? എന്നാൽ അതിന്റെ ഉത്തരം ദൈവത്തിന്റെ നിശബ്ദതയിലാണുള്ളത്. ആളുകൾ അവരുടെ ജിജ്ഞാസയിൽ ഓരോന്ന് പറയുന്നു. ചടങ്ങ് കഴിഞ്ഞു. പുരോഹിതന്മാർ സന്തോഷത്തോടെ അമ്മയ്ക്കും മകനും അനുമോദനങ്ങൾ നൽകുന്നു. ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ആൾ മേരിയാണ്. പ്രത്യേകിച്ച് അവൾ ഗർഭിണിയാണെന്ന് കാണുമ്പോൾ അവളുടെ സാന്നിധ്യത്തിൽ നിന്ന് നീരസത്തോടെ അവർ ഒഴിഞ്ഞു മാറുന്നു. അനുമോദനങ്ങളെല്ലാം കഴിഞ്ഞ് മിക്കവരും വഴിയിലേക്കിറങ്ങി. മേരി ജോസഫ് വന്നോ എന്നറിയുവാൻ മൃഗശാലയിലേക്ക് പോകുന്നു. ജോസഫ് വന്നിട്ടില്ല. മേരിക്ക് ഉത്കണ്ഠയും ഇച്ഛാഭംഗവും തോന്നുന്നു. എലിസബത്ത് മേരിയെക്കുറിച്ച് ഉത്കണ്ഠാകുലയാകുന്നു. നമുക്ക് ഉച്ചവരെ ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞാൽ പോകാം. എങ്കിലേ രാത്രിയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തുകയുള്ളൂ. രാത്രിയിൽ കുഞ്ഞിനെ വെളിയിൽ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ്? അവൻ തീരെ ചെറുതല്ലേ? മേരി ശാന്തയാണ്, എന്നാൽ അവൾക്ക് ദുഃഖമുണ്ട്. അവൾ പറയുന്നു, ദേവാലയത്തിന്റെ ഏതെങ്കിലും മുറ്റത്ത് ഞാൻ ഇരുന്നു കൊള്ളാം. എന്റെ അധ്യാപികമാരുടെ അടുക്കലേക്ക് ഞാൻ പോകും. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്തെങ്കിലും ചെയ്തു കൊള്ളാം. സക്കറിയാസ് ഒരഭിപ്രായം പറയുന്നു. അത് നല്ല പോംവഴിയായി അംഗീകരിക്കപ്പെടുന്നു. നമുക്ക് സബദിയുടെ ബന്ധുവീട്ടിലേക്ക് പോകാം. ജോസഫ് തീർച്ചയായും നിന്നെ അവിടെ അന്വേഷിക്കും. അവൻ അവിടെ വന്നില്ലെങ്കിൽ തന്നെ ഗലീലിയായിലേക്ക് നിന്റെ കൂടെ പോരുന്ന ആരെയെങ്കിലും കിട്ടും. കാരണം ജനേസറത്തുകാരനായ മുക്കുവന്മാർ എപ്പോഴും അവിടെ വരികയും പോകുകയും ചെയ്യുന്നുണ്ട്. ചെറിയ കഴുതയെയും കൂട്ടിക്കൊണ്ട് അവൾ സെബദിയുടെ ബന്ധുവീട്ടിലേക്ക് പോകുന്നു. 4 മാസം മുമ്പ് ജോസഫും മേരിയും അവരുടെ വീട്ടിൽ താമസിച്ചതാണ്. സമയം വേഗം കടന്നു പോകുന്നു. എന്നാൽ ജോസഫിന്റെ ഒരു വിവരവുമില്ല. മേരി തന്റെ ദുഃഖം നിയന്ത്രിക്കുന്നത് കുഞ്ഞിനെ താരാട്ടിക്കൊണ്ടാണ്. എന്നാൽ അവൾ ഉത്കണ്ഠാഭരിതയാണെന്ന് കാണുമ്പോൾ അറിയാം. അന്തരീക്ഷത്തിന് നല്ല ചൂടാണ്. എല്ലാവരും വിയർക്കുന്നു. എന്നാൽ മേരി തന്റെ സ്ഥിതി മറച്ചു വയ്ക്കുവാൻ വേണ്ടി പുറംകുപ്പായം മാറ്റുന്നില്ല. അവസാനം വലിയ ശബ്ദത്തിൽ വാതിലിൽ ഒരു മുട്ടൽ. ജോസഫ് വന്നു. മേരിയുടെ മുഖം തെളിഞ്ഞു. വീണ്ടും സന്തോഷമായി. ജോസഫ് അവളെ അഭിവാദ്യം ചെയ്യുന്നു. കാരണം അവളാണ് ആദ്യം ചെന്ന് ബഹുമാന പുരസ്സരം അവനെ അഭിവാദ്യം ചെയ്യുന്നത്. കർത്താവിന്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടാകുമാറാകട്ടെ മേരി. നിന്റെ മേലും ഉണ്ടാകട്ടെ ജോസഫേ. നീ വന്നതിന് കർത്താവിന് സ്തുതി ഉണ്ടാകട്ടെ. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്താനായി സക്കറിയാസും എലിസബത്തും പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഞാൻ കാനായിൽ ജോലിക്ക് പോയിരുന്നപ്പോഴാണ് നീ അയച്ച ദൂതൻ നസ്രസിൽ വന്നത്. കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ഞാൻ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ പുറപ്പെട്ടു. ഒരിടത്തും നിർത്താതെ ഞാൻ യാത്ര തുടർന്നെങ്കിലും താമസിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞുള്ളൂ. കാരണം കഴുതയുടെ ഒരു ലാടം ഊരിപ്പോയി. എന്നോട് ക്ഷമിക്കുക. എനിക്കാണ് മാപ്പ് തരേണ്ടത്. കാരണം എത്ര ദീർഘകാലത്തേക്കാണ് ഞാൻ നസ്രസിൽ നിന്ന് അകന്നു നിന്നത്. എന്നാൽ കണ്ടോ, അവർക്ക് ഞാൻ കൂടെ ഉണ്ടായിരുന്നത് എത്ര സന്തോഷകരമായിരുന്നു. അതുകൊണ്ട് ഇത്രയും സമയം താമസിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നീ നന്നായിട്ട് ചെയ്തു. ശിശു എവിടെ? യാത്രയ്ക്ക് മുമ്പ് കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന എലിസബത്തിന്റെ മുറിയിലേക്ക് അവർ പ്രവേശിക്കുന്നു. കുഞ്ഞിന്റെ ശരീരപുഷ്ടിയെക്കുറിച്ച് മാതാപിതാക്കളെ ജോസഫ് അനുമോദിക്കുന്നു.
ജോസഫിനെ കാണിക്കാൻ വേണ്ടി അവനെ മാതൃവശസ്സിൽ നിന്ന് മാറ്റാനായി നടത്തിയ ശ്രമത്തിൽ പ്രതിഷേധ സൂചകമായി അവൻ തൊഴിക്കുകയും വാവിട്ട് കരയുകയും ചെയ്യുന്നു. അവനെ തല്ലിയതുപോലെയുണ്ട് കരച്ചിൽ. അവന്റെ പ്രതിഷേധത്തിന്റെ തീവ്രത കണ്ട് എല്ലാവരും ചിരിക്കുന്നു. ഈ സമയം സെബദിയുടെ ബന്ധുക്കൾ പാല്, പഴങ്ങൾ, റൊട്ടി, ഒരു വലിയ തട്ടത്തിൽ മത്സ്യം എന്നിവ എല്ലാവർക്കും കഴിക്കുവാൻ വേണ്ടത്ര കൊണ്ടുവരുന്നു. അവരും കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് ചിരിക്കുകയും ഓരോന്ന് പറയുകയും ചെയ്ത് സംഭാഷണത്തിൽ പങ്കുചേരുന്നു. മേരി വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവൾ ഒരു മൂലയിൽ മൗനം പൂണ്ട് ശാന്തമായിരിക്കുന്നു. പുറമെ കുപ്പായത്തിനുള്ളിൽ കൈകൾ രണ്ടും മടിയിൽ വച്ചാണിരിക്കുന്നത്. അവൾ ഒരു കപ്പ് പാലും മുന്തിരിപ്പഴവും റൊട്ടിയും കഴിക്കുന്നു. എന്നാൽ ഒന്നും സംസാരിക്കുന്നില്ല, അനങ്ങുന്നു പോലുമില്ല. വേദനയോടും മൗനമായ ചോദ്യങ്ങളോടും കൂടെയാണ് അവൾ ജോസഫിനെ നോക്കുന്നത്. ജോസഫ് അവളെയും നോക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ തോളിന് മുകളിൽ കുനിഞ്ഞുകൊണ്ട് ജോസഫ് ചോദിക്കുന്നു, നിനക്ക് വലിയ ക്ഷീണമാണോ? അതോ നിനക്ക് വല്ല അസുഖവുമാണോ? നീ വിളറി വിഷാദം പൂണ്ടിരിക്കുന്നു. കുഞ്ഞു ജോണിനെ വിട്ടു പോരണമല്ലോ എന്നോർത്തിട്ട് എനിക്ക് ദുഃഖമാണ്. എനിക്ക് അവനോട് വലിയ താല്പര്യമാണ്. അവൻ ജനിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേ ഞാൻ അവനെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതാണ്. ജോസഫ് പിന്നെ വേറൊന്നും ചോദിക്കുന്നില്ല. സക്രിയാസിന് പോകാനുള്ള സമയമായി. വണ്ടി വാതിൽക്കൽ വന്നു നിന്നു. എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ജ്യേഷ്ഠാനുജത്തിമാർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു. എലിസബത്ത് വണ്ടിയിൽ കയറിയിരിക്കുന്നു. ശിശുവിനെ പല ഊര് ചുംബിച്ച ശേഷം മേരി അവനെ അമ്മയുടെ മടിയിലേക്ക് കിടത്തുകയാണ്. പിന്നീട് അവൾ സക്രിയാസിനോട് വിട ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് മുട്ടുകുത്തുന്നു. അപ്പോൾ പുറങ്കുപ്പായം തോളിൽ നിന്ന് വഴുതിപ്പോയി. അവളുടെ ശരീരത്തിന്റെ ആകൃതി ഉച്ചതിരിഞ്ഞുള്ള വെയിലിന്റെ പ്രകാശത്തിൽ വളരെ തെളിവായി കാണാം. ജോസഫ് അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ജോസഫ് എലിസബത്തിനോട് വിട പറയുന്ന തിരക്കിലാണ്. വണ്ടി പുറപ്പെടുന്നു. ജോസഫ് മേരിയും ഒന്നിച്ച് വീട്ടിലേക്ക് പോകുന്നു. മേരി വീണ്ടും ആ ഒഴിഞ്ഞ മൂലയിൽ പോയിരിക്കുന്നു. രാത്രി യാത്ര നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സൂര്യാസ്തമയത്തോടെ നമുക്ക് പുറപ്പെടാം. പകൽ വലിയ ചൂടാണ്. രാത്രിയാണെങ്കിൽ നല്ല പ്രശാന്തതയും കുളിർമയുമുണ്ട്. ഞാനിത് പറയുന്നത് നിനക്ക് വേണ്ടിയാണ്. സൂര്യതാപം നിനക്ക് ഏൽക്കാതിരിക്കാൻ പൊരിയുന്ന വെയിലൊന്നും എനിക്ക് പ്രശ്നമല്ല. നിനക്ക് വേണ്ടിയാണ്. നീ പറയുന്നത് പോലെ ആകട്ടെ ജോസഫേ. രാത്രിയിൽ യാത്ര ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്കും തോന്നുന്നു. വീടെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഫലവൃക്ഷത്തോട്ടവും പൂക്കളുമെല്ലാം ഇപ്പോൾ കാണാമല്ലോ. വളരെ മനോഹരമായിരിക്കുന്നു. എല്ലാം നിറയെ പൂത്തു നിൽക്കുന്ന കൃത്യസമയത്താണ് നിന്റെ വരവ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധം അത്രയധികം കായ് പിടിച്ചാണ് ആപ്പിളും അത്തിമരവും മുന്തിരികളും നിൽക്കുന്നത്. മാതള നാരകത്തിന്റെ ശാഖകൾക്ക് മുട്ടുകൊടുക്കത്തക്ക വണ്ണം അത്രയധികം പഴങ്ങളുമുണ്ട്. ഈ സമയത്ത് പതിവില്ലാത്ത വിധം വളർന്ന് വിളഞ്ഞു നിൽക്കുന്ന ഒലിവ് മരം. ധാരാളം എണ്ണ കിട്ടും. അത്ഭുതകരമായിട്ടാണ് അത് പൂത്തിരിക്കുന്നത്. ഒറ്റ പൂ പോലും കൊഴിഞ്ഞില്ല. എല്ലാ പൂക്കളും ഇപ്പോൾ ചെറിയ കായ്കളാണ്. അവ വിളഞ്ഞു കഴിയുമ്പോൾ വൃക്ഷം നിറയെ കറുത്ത മുത്തുകളായിരിക്കും. ഇത്ര നല്ല ഒരു ഫലവൃക്ഷത്തോട്ടം നസ്രസിലെങ്ങുമില്ല. നിന്റെ ബന്ധുക്കൾക്കും അത്ഭുതമാണ്. അൽഫയൂസ് പറയുന്നത് ഇത് ഒരു അത്ഭുതമാണെന്നാണ്. നിന്റെ കരങ്ങളാണ് ആ അത്ഭുതം പ്രവർത്തിച്ചത്. ഓ അല്ല, ഒരിക്കലുമല്ല. ഞാനൊരു സാധു മനുഷ്യൻ. ഞാൻ എന്താ ചെയ്തത്? വൃക്ഷങ്ങളെയെല്ലാം പരിചരിച്ചു. ചെടികൾക്ക് സ്വല്പം വെള്ളമൊഴിച്ചു. നിനക്കറിയാമോ, അങ്ങേ അറ്റത്തുള്ള ഗ്രോട്ടോയുടെ സമീപം ഞാൻ ഒരു ഉറവ ശരിയാക്കി. ഒരു പരന്ന കുഴിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം കോരാൻ നിനക്ക് പുറത്തേക്ക് പോകേണ്ട. മത്തായിയുടെ ഒലിവ് തോട്ടത്തിന് മുകളിലുള്ള നീരുറവിയിൽ നിന്നാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പരിശുദ്ധമായ വെള്ളം ധാരാളം.
ഒരരുവി ഞാൻ താഴെ നിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഒരു ചാല് കീറി അത് ശരിക്കും മൂടിയിട്ടും ഒരു സാരംഗി പോലെ ഒരു തരം വീണ സംഗീതമുതിർത്തുകൊണ്ട് വെള്ളം ഒഴുകി വരുന്നു. നീ ഗ്രാമത്തിലെ പൊതുസ്ഥലത്ത് പോയി പാത്രം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് അത്ര സന്തോഷമായിരുന്നില്ല. വളരെ നന്ദി ജോസഫേ, നീ എത്ര നല്ലവനാണ്. രണ്ടുപേരും മൗനമായിരിക്കുന്നു. രണ്ടുപേരും ക്ഷീണിച്ചതുപോലെയുണ്ട്. ജോസഫ് മയക്കമാണ്. മേരി പ്രാർത്ഥിക്കുന്നു. നേരം സന്ധ്യയായി. പുറപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ആതിഥേയൻ നിർബന്ധിക്കുന്നു. ജോസഫ് കുറച്ച് റൊട്ടിയും മീനും കഴിച്ചു. മേരി സ്വല്പം പാലും പഴങ്ങളും മാത്രം കഴിക്കുന്നു. അനന്തരം അവർ യാത്ര പുറപ്പെടുന്നു. കഴുതപ്പുറത്ത് കയറുന്നു. ജോസഫ് തൻ്റെ കഴുതയുടെ ജീനിയിൽ മേരിയുടെ പെട്ടി ഉറപ്പിച്ചു വയ്ക്കുന്നു. ജെറുസലേമിലേക്ക് വന്നപ്പോൾ വച്ചതുപോലെ തന്നെ. അവൾ കഴുതപ്പുറത്ത് കയറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ജീനി ശരിക്ക് ഉറച്ചാണോ ഇരിക്കുന്നതെന്ന് ജോസഫ് പരിശോധിക്കുന്നു. മേരി കഴുതപ്പുറത്ത് കയറുമ്പോൾ ജോസഫ് അവളെ നോക്കുന്നു. എന്നാൽ ഒന്നും പറയുന്നില്ല. ആദ്യത്തെ നക്ഷത്രങ്ങൾ ആകാശത്തിൽ മിന്നിത്തുടങ്ങിയപ്പോൾ അവർ പുറപ്പെട്ടു. പട്ടണവാതിലുകൾ അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ അവർ വേഗത്തിൽ പോകുന്നു. പട്ടണത്തിന് വെളിയിലേക്കിറങ്ങി ഗലീലിയായിലേക്കുള്ള പ്രധാന റോഡിലെത്തിയപ്പോൾ ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞു. നാട്ടിൻപുറം ഗംഭീരമായ പ്രശാന്തത നിറഞ്ഞു നിൽക്കുന്നു. ഏതാനും രാപ്പാടികൾ പാടുന്നത് മാത്രമേ കേൾക്കാനുള്ളൂ. ഉണങ്ങി കട്ടിയായിരിക്കുന്ന ഭൂമിയിൽ കഴുതകളുടെ കാലുകൾ പതിക്കുമ്പോഴുള്ള ശബ്ദവും. മേരി പറയുന്നു, പെസഹ വ്യാഴാഴ്ച രാത്രിയാണിന്ന്. ഈ ദർശനം അസ്ഥാനത്താണെന്ന് ചിലർ വിചാരിച്ചേക്കാം. എന്നാൽ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്ന നിന്റെ ഹൃദയത്തിൽ അവിടുത്തെ പീഡകളെക്കുറിച്ചുള്ള ദുഃഖം ഗാഢമായിട്ടുള്ളതിനാൽ മാധുര്യമേറിയ ദർശനങ്ങളുണ്ടായാലും ആ ദുഃഖം വിട്ടുമാറുകയില്ല. ഒരു ജ്വാലയിൽ നിന്ന് പുറപ്പെടുന്ന ചെറു ചൂട് പോലെയാണിത്. ചെറു ചൂടും തീയാണ്. എന്നാൽ തീയല്ല താനും. ജ്വാലയാണ് തീയ്. അതിൽ നിന്ന് വരുന്ന ചെറു ചൂടല്ല. നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖം തീജ്വാലയാണ്. ഏത് സ്വർഗീയ ദർശനവും അത് നിന്നിൽ നിന്ന് നീക്കിക്കളയുകയില്ല. ഇത് ഒരു വിലയേറിയ ദാനമാണ്. നിന്റെ ജീവനേക്കാൾ വിലപിടിപ്പുള്ള ഒരു ദാനമാണ് ഇത് എന്ന് നീ ഓർത്തുകൊള്ളണം. ദൈവം തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണിത്. തന്നെയുമല്ല, എന്നെ ദർശിക്കുന്നത്, സമാധാനം നിറഞ്ഞ ഈ ദർശനങ്ങൾ ഉണ്ടാകുന്നത് ഈ ആഴ്ചയിലെ സ്മരണകളോട് ചേരാത്തതൊന്നുമല്ല. എൻ്റെ ജോസഫും തൻ്റെ പങ്ക് പീഡകൾ സഹിച്ചു. ജെറുസലേമിൽ വച്ച് എൻ്റെ സ്ഥിതി കണ്ടപ്പോഴാണ് അത് ആരംഭിച്ചത്. ഈശോയ്ക്കും എനിക്കും സംഭവിച്ചതുപോലെ അത് അനേക ദിവസങ്ങൾ നീണ്ടു നിന്നു. അദ്ദേഹത്തിൻ്റെ വേദന ഒട്ടും കുറവുണ്ടായിരുന്നില്ല. നീതിമാനായ എൻ്റെ ഭർത്താവിൻ്റെ മഹിമയുള്ള സഹനം നിമിത്തം അത് രഹസ്യമായിരിക്കുന്നു. അനേകം നൂറ്റാണ്ടുകളുണ്ടായിട്ടും അറിയപ്പെടാതെ അത് രഹസ്യമായിട്ട് തന്നെ വർത്തിക്കുന്നു. ഓ, ഞങ്ങളുടെ ആദ്യത്തെ പീഡാനുഭവം! മൗനമായി സഹിച്ച ആ വേദനയുടെ രൂക്ഷത ആർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും? ഈ രഹസ്യം ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന എൻ്റെ പ്രാർത്ഥന സ്വർഗം ശ്രവിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാൻ കഴിയും? പതിവ് പോലെ എന്നോട് ജോസഫ് ബഹുമാനം കാണിച്ചിരുന്നപ്പോൾ എനിക്കറിയാമായിരുന്നു ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്ന്. ദൈവത്തിൻ്റെ വചനത്തെയാണ് ഞാൻ ഉദരത്തിൽ വഹിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന് അർഹമായ വണക്കത്തോടെ വചനമായ ദൈവത്തെ ജോസഫ് ആരാധിക്കുമായിരുന്നു. അങ്ങനെ ആരാധിച്ചിരുന്നെങ്കിൽ ഞാൻ അത് തടയുമായിരുന്നില്ല. കാരണം ഞാൻ ഉദരത്തിൽ വഹിച്ചവനെയാണ് ആരാധിക്കുന്നത്. പ്രമാണങ്ങളുടെ കൽപ്പലകകളും ആകാശത്ത് നിന്ന് പൊഴിച്ച മന്നായും സൂക്ഷിച്ചിരുന്ന വാഗ്ദാനത്തിൻ്റെ പേടകം പോലെ
വചനമാകുന്ന ദൈവത്തെ എൻ്റെ ഉദരം ആവരണം ചെയ്തിരുന്നു. കർത്താവിൽ പ്രത്യാശ വച്ചത് വെറുതെയായി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി. അതിനെ ജയിക്കാൻ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രയെന്ന് അളക്കാൻ ആർക്ക് കഴിയും? എനിക്ക് തോന്നുന്നത് കോപവെറി പൂണ്ട സാത്താന്റെ അലർച്ചയായിരുന്നു അതെന്നാണ്. സംശയം എൻ്റെ പിന്നിൽ പൊന്തി വന്ന് അതിൻ്റെ ശൈത്യമേറിയ കൂർത്ത നഖങ്ങൾ കൊണ്ട് എന്നെ മാന്തി പറിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് ബന്ധിച്ചിടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. സംശയം വലിയ അപകടകാരിയും അരൂപിയെ നിഹനിക്കുന്നതുമാണ്. അത് മാരകമാണ്. കാരണം നിരാശ എന്ന മാറാരോഗത്തിന്റെ ഹേതു സംശയമാണ്. നിരാശയ്ക്കെതിരെ സർവശക്തിയും ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ നഷ്ടപ്പെടുത്താതെയും നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കാതെയും ഇരിക്കൂ. ജോസഫിന്റെ ചിന്തകളും വേദനകളും വൈകാരികമായി. അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അസ്വസ്ഥതകളും ആർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും? ജോസഫിന്റെ ചിന്തകളും വേദനകളും വൈകാരികമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അസ്വസ്ഥതകളും ആർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും? വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട ചെറു തോണി പോലെ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളുടെ ചുഴിയിൽപ്പെട്ട് കുഴയുകയായിരുന്നു അദ്ദേഹം. പലതരം ചിന്തകൾ, ഒന്നിനേക്കാൾ വേദനയേറിയ ഹൃദയഭേദകമായ മറ്റൊന്ന്. ആകെ കൂടി നോക്കുമ്പോൾ സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവന്റെ സൽപ്പേരും മറ്റുള്ളവർക്ക് അവനെക്കുറിച്ചുണ്ടായിരുന്ന മതിപ്പും എല്ലാം ചുറ്റും തകർന്നടിയുന്നത് അവൻ കാണുന്നു. അവൾ നിമിത്തം ഗ്രാമത്തിലുള്ളവർ നിന്നാപൂർവം അവന്റെ നേരെ വിരൽ ചൂണ്ടുകയും അവനോട് സഹതപിക്കുകയും ചെയ്യുന്നത് എങ്ങനെ സഹിക്കും? എല്ലാറ്റിലും അധികമായി പ്രകടമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ എന്നോടുണ്ടായിരുന്ന സ്നേഹവും മതിപ്പും തകർന്നു വീണ് നിർജീവമായി. ഇക്കാര്യത്തിൽ എന്നേക്കാൾ വിശുദ്ധിയോടെ ജോസഫ് പ്രകാശിക്കുന്നു. ഞാൻ ഈ സാക്ഷ്യം നൽകുന്നത് ഒരു ഭാര്യയുടെ സ്നേഹത്തോടെയാണ്. കാരണം നിങ്ങൾ എൻ്റെ ജോസഫിനെയും സ്നേഹിക്കണം. ജ്ഞാനിയും വിവേകിയും ക്ഷമാശീലനുമായ ഈ നല്ല മനുഷ്യനെ രക്ഷാകര രഹസ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ല. നേരെ മറിച്ച് അതിനോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ആളാണ് ജോസഫ്. കാരണം അതിനായി ജോസഫ് സഹിച്ചു, വേദനയിൽ മുഴുകി, സ്വയം ബലിയാക്കിക്കൊണ്ട് രക്ഷകനെ സംരക്ഷിച്ചു. ഇതെല്ലാം ജോസഫിന്റെ വിശുദ്ധിയെയും രക്ഷാകര വേലയിലുള്ള ഭാഗഭാഗിത്വത്തെയും കാണിക്കുന്നു. ഇത്രയും വിശുദ്ധിയില്ലായിരുന്നെങ്കിൽ മാനുഷികമായ രീതിയിൽ ജോസഫ് പ്രവർത്തിച്ചേനെ. എൻ്റെ മേൽ വ്യഭിചാര കുറ്റം ചുമത്തുകയും എൻ്റെ പാപഫലമായ ശിശുവിനെയും എന്നെയും കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇടയാക്കുകയും ചെയ്യുമായിരുന്നു. ഇത്രയും വിശുദ്ധിയില്ലായിരുന്നെങ്കിൽ ഈ പരീക്ഷണ ഘട്ടത്തിൽ ദൈവം തൻ്റെ പ്രകാശം നൽകി അദ്ദേഹത്തെ നയിക്കുമായിരുന്നില്ല. എന്നാൽ ജോസഫ് വിശുദ്ധനായിരുന്നു. അവന്റെ നിർമ്മലമായ അരൂപി ദൈവത്തിൽ വസിച്ചിരുന്നു. അവന്റെ ദൈവസ്നേഹം തീഷ്ണവും ശക്തിയേറിയതുമായിരുന്നു. ആ സ്നേഹം നിമിത്തം നിങ്ങളുടെ രക്ഷകനെ അദ്ദേഹം സംരക്ഷിച്ചു. 2 വിധത്തിലാണ് സംരക്ഷിച്ചത്. ഒന്ന്, എന്നെ കുറ്റം ചുമത്തി ഇസ്രായേലിലെ മൂപ്പന്മാരുടെ പക്കൽ ഏൽപ്പിച്ചില്ല. 2, ഉടനടിയുള്ള അനുസരണയാൽ എല്ലാം ഉപേക്ഷിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈശോയെ രക്ഷിച്ചു. ജോസഫിന്റെ പീഡാസഹനത്തിന്റെ 3 ദിവസങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും വേദനയുടെ ആഴത്തിൽ വളരെ വലുതായിരുന്നു. എൻ്റെ ആദ്യത്തെ പീഡാസഹനത്തിന്റെ ആ ദിവസങ്ങൾ എനിക്കും വളരെ ദീർഘമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വേദന ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് അത് മാറ്റുവാൻ കഴിയുമായിരുന്നില്ല. എന്തെന്നാൽ മൗനമായിരിക്കുക എന്ന് എന്നോട് ആവശ്യപ്പെട്ട ദൈവത്തിന്റെ കൽപ്പന ഞാൻ അനുസരിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ നസ്രത്തിലെത്തിയ ശേഷം ജോസഫ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നോട് വിട ചോദിച്ചു പോകുന്നത് ഞാൻ കണ്ടു. കുറച്ചു സമയം കൊണ്ട് പെട്ടെന്ന് വൃദ്ധനായി കൂന് പിടിച്ചതുപോലെ വൈകിട്ട് എന്നെ കാണാൻ വരാതെയായി.
ഇതെല്ലാം മനസ്സിലാക്കിയ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൈപ്പേറിയ കണ്ണുനീർ എന്തുമാത്രം ചിന്തി. ഏകാഗ്നിയായി വീട്ടിലടയ്ക്കപ്പെട്ട് നിരാശയോടും പിശാചിന്റെ ദുഷ്പ്രേരണകളോടും ഞാൻ എത്ര സമരം ചെയ്യേണ്ടി വന്നു. ആ വീട്ടിൽ മംഗളവാർത്തയും മനുഷ്യാവതാരവും എല്ലാം അനുസ്മരിക്കപ്പെടുന്ന ആ വീട്ടിൽ കറയില്ലാത്ത കന്യാത്തത്തോടെ എന്നെ വിവാഹം ചെയ്ത ജോസഫിനെ എപ്പോഴും അനുസ്മരിപ്പിക്കുന്ന ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൂടി. ക്ഷമിച്ചു കഴിഞ്ഞുകൂടി. ജോസഫിന്റെ ന്യായമായ നിരാശയും സംശയവും മനക്കലക്കവും എല്ലാം ഞാൻ ക്ഷമിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ സഹായത്തിന് ഇടപെടണമെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ക്ഷമിക്കുന്നവരുമാകണം. നിങ്ങളുടെ പീഡാനുഭവത്തിലൂടെ നിങ്ങളും ജീവിക്കണം. കാരണം പാപനിമിത്തം നിങ്ങൾ അതിന് അർഹരാണ്. അവയെ ജയിച്ച് സന്തോഷമാക്കി തീർക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിപ്പിക്കാം. അളവറ്റ വിധം പ്രതീക്ഷയുള്ളവരായിരിക്കുക. മനോവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ക്ഷമിക്കപ്പെടുന്നതിനായി ക്ഷമിക്കുക. ദൈവത്തിൽ നിന്ന് കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം. ദൈവത്തിൽ നിന്ന് കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം. തൽക്കാലത്തേക്ക് ഞാൻ വേറൊന്നും പറയുന്നില്ല. ഉയിർപ്പ് തിരുനാളിന്റെ വിജയാഹ്ലാദം വരെ മൗനമായിരിക്കും. ഇത് പീഡാനുഭവ സമയമാണ്. രക്ഷകന്റെ മേൽ സഹതാപമുണ്ടായിരിക്കുക. അവന്റെ രോദനങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ മുറിവുകളും കണ്ണീരും എണ്ണി നോക്കുക. നിനക്ക് വേണ്ടിയാണ് ആ കണ്ണുനീർ ചിന്തിയത്. നിനക്ക് വേണ്ടി നേടിയ രക്ഷയുടെ ദർശനത്തിൽ മറ്റെല്ലാം വിസ്മരിക്കപ്പെടട്ടെ.